ഹായ്, എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്ന പ്ലാന്റ് വന്നിട്ട് ക്യാറ്റ്സ് ക്ലോവ് ആണ്. ഇത് കണ്ടോ, നിറയെ പൂവിട്ട് തുടങ്ങിയ ക്യാറ്റ്സ് ക്ലോവിൻ്റെ തൈകളാണ്. ഇതാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീപ്പറായിട്ട് വളർന്ന് നിറയെ പൂവിടുന്നൊരു ചെടിയാണ് ഈ ക്യാറ്റ്സ് ക്ലോവ്. അതുപോലെ ഇന്ന് ആദ്യം കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും ക്രീപ്പർ പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 റുപ്പീസാണ് ഈ ക്യാറ്റ്സ് ക്ലോവിന്. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ക്യാറ്റ്സ് ക്ലോവ് ആവട്ടെ, ക്യാറ്റ്സ് ക്ലോവ് ഒക്കെ കയറി പോകുന്ന പ്ലാന്റാണ്. എന്നാൽ പോലും നമുക്ക് ഇതുപോലെ ഈ ഗോൾഡൻ കാസ്കേഡ് ഇട്ടേക്കുന്ന പോലെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പാകത്തിന് ചെടി വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയും നട്ടു കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ സ്ഥല പരിമിതിയൊക്കെ ഉള്ളവർക്ക്, ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല എന്നുള്ളവർക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടും പോട്ടിൽ നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ്. ഇത് കണ്ടോ, നിറയെ പൂവിട്ട് തുടങ്ങിയ ഗോൾഡൻ കാസ്കേഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ് ഈ സൈസിലുള്ള ഗോൾഡൻ കാസ്കേഡിന്. നെക്സ്റ്റ് ഒരു ക്രീപ്പർ പ്ലാന്റ്, ഇത് ഗാർലിക് വൈനാണ്. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ മണത്ത് നോക്കുമ്പോൾ നല്ല ഗാർലിക്കിൻ്റെ സ്മെല്ലാണ് ഇതിൽ വരുന്നത്. നിറയെ പൂവിടുന്നൊരു ചെടി തന്നെയാണ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 80 റുപ്പീസാണ്, 80 രൂപയാണ്. നെക്സ്റ്റ് ഇതുപോലെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിറയെ പൂവിടുന്ന ഒരു ടെക്കോമയാണ്. ഇതിൻ്റെ കളറ് വരുന്നത് റെഡിഷ് കളറാണ്. ഇതിൻ്റെ തന്നെ യെല്ലോയും റോസും ഗോൾഡൻ കളറും എല്ലാം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. യെല്ലോ മാത്രമായിട്ടുള്ളതും ഇതുപോലെ നിറയെ ബുഷിയായിട്ട് നിന്ന് പൂവിടുന്ന ടെക്കോമകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 റുപ്പീസാണ്. നമുക്ക് ഇതുപോലെ വിവിധ ഇനം വിങ്കകൾ, ധാരാളം ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വിങ്കകൾ അവൈലബിൾ ആയിട്ടുണ്ട്. 5 വിങ്കയുടെ കോംബോ 300 റുപ്പീസാണ്. അപ്പോൾ ഇതിൽ നിന്ന് സെലക്റ്റീവായിട്ട് തരാൻ പറ്റില്ല. ചിലർക്ക് ചില ഡാർക്ക് മെറൂൺ കളർ മാത്രം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ വയലറ്റ് കളർ മാത്രം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്കത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. 5 ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള വിങ്കയായിരിക്കും നിങ്ങൾക്ക് കോംബോയിൽ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ പ്രൈസ് 300 റുപ്പീസാണ്. ഒട്ടും റിപ്പീറ്റ് ചെയ്യാത്ത 5 ഡിഫറെൻറ്റ് കളറാണ് കോംബോയിൽ വയ്ക്കുക. ഇതുപോലത്തെ ക്രോട്ടനുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുണ്ടോ, ആപ്പിൾ ക്രോട്ടൻ. ഈ ആപ്പിൾ ക്രോട്ടൻ്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്, 250 രൂപയാണ് ഈ ആപ്പിൾ ക്രോട്ടന്. അതിലൊരു 3 ഷൂട്ടൊക്കെ ഉണ്ടാവും ആപ്പിൾ ക്രോട്ടനിൽ. അതുപോലെ തന്നെ ഒരു 3 ഷൂട്ട് വരുന്ന ത്രെഡ് ക്രോട്ടനും അവൈലബിൾ ആണ്. ഇതുപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250 റുപ്പീസാണ്. ഒക്കെ മാർക്കറ്റിൽ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. 2J ഒക്കെ പോലെ തന്നെ നമുക്കൊരു ലീഫ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റാം, ഇൻഡോർ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നോക്കൂ, ഇതിന് ഫ്ലവറിങ് പ്ലാന്റ് അല്ല, ഇതിൻ്റെ ഈ ലീഫ് ഇങ്ങനെ നിൽക്കുന്ന ഇതാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട് വലുതാവുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. യെസ്റ്റർഡേ ടുഡേ ടുമാറോ നമുക്ക് അവൈലബിൾ ആണ്. ഈ വലിപ്പത്തിലുള്ള യെസ്റ്റർഡേ ടുഡേ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിറയെ പൂവ് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല മണമാണ് ഇതിൻ്റെ പൂവിന് കേട്ടോ. നല്ല വാസനയുള്ള യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ സൈസ്. ഇതുണ്ട്, പൂത്തിട്ടുള്ള ചെടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതുപോലെ പൂവും മൊട്ടും, ഇതിൽ നിറയെ മൊട്ടും പൂവും ഒക്കെ അവൈലബിൾ ആണ്. ഇതിന് 300 റുപ്പീസാണ്. നെക്സ്റ്റ് ഒരു ഫാഷൻ ഫ്ലോറയാണ്. ഇതാണ് അതിൻ്റെ കൃഷ്ണകമലം എന്നും പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെ വരുന്നതാണ്. ഇതാണ് കളറ്, കണ്ടോ, ഒരു ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത്. നിറയെ മൊട്ടും പൂവൊക്കെ ഇതുണ്ടോ, മൊട്ടുകളാണ് ഇതെല്ലാം. നിറയെ പൂവിടുന്നൊരു ചെടിയാണ്. ഈ ഫാഷൻ ഫ്ലോറയുടെ പ്രൈസ് വരുന്നത് 180 റുപ്പീസാണ്, 180 രൂപയാണ്. ഈ ചെടികളെല്ലാം തന്നെ നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്താവുന്നതാണ്. ഇതിപ്പോൾ സ്പേസ് ഇല്ലാതെ ഫ്ലാറ്റിലൊക്കെ കഴിയുന്നവർക്കാണെങ്കിൽ ഇതുപോലത്തെ പോട്ടിലാക്കിയിട്ട് ഹാങ് ചെയ്താലും ഇങ്ങനെ നിറഞ്ഞ് പൂവിടുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ സ്പേസ് ഇല്ല, നമുക്ക് നടാനുള്ളൊരു സ്ഥലക്കുറവുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ പോട്ടിൽ നട്ടിട്ട് ഇതുപോലെ ഇത്രയും വലിയ പോട്ടിൽ നടണം. അപ്പോൾ നിറയെ ഇതുപോലെ പൂവിടുന്നതായിരിക്കും. ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക്. നെക്സ്റ്റ് ഇതുപോലത്തെ വലിയ ഇതിലുള്ള പിച്ചിപ്പൂവാണിത്. ഇത് ഓൾ ടൈം പിച്ചി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പുതിയ പ്ലാന്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. നിറയെ പൂവുണ്ടായിരുന്നതാണ്. പൂവൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കൊഴിഞ്ഞു വീണു. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇത് കണ്ടോ, ഇത്രയും നല്ല വാസനയുള്ള ഇതുപോലത്തെ പൂവാണ് വരുന്നത്. നിറയെ പൂവുണ്ടായിരുന്നതാണ്. അത് കൊഴിഞ്ഞ് താഴേക്ക് കണ്ടോ, ഇതിലൊക്കെ നിറയെ പൂക്കൾ കിടക്കുകയാണ്.
ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ്, 150 രൂപയാണ്. ഇതുപോലത്തെ ലെൻഡാനകൾ അവൈലബിൾ ആണ്. മൂന്ന് ഡിഫറെൻറ്റ് കളറിലുള്ള ലെൻഡാനയുടെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഇതിൽ ഇപ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ റെഡ് ആവാം അവൈലബിൾ ആയിട്ടുള്ളത്, യെല്ലോ, വൈറ്റ്, വയലറ്റ് ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. വയലറ്റും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. മജന്ത അവൈലബിൾ ആണ്. മജന്ത കുറച്ച് പീസുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും 3 ലെൻഡാനയുടെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നമുക്ക് പോട്ടിലൊക്കെ നടാവുന്ന ഒരു മരമുല്ല അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നിറയെ മൊട്ടും പൂവൊക്കെ ഇട്ടിട്ട് ചെറുതിലേ തന്നെ നിറയെ മൊട്ടും പൂവൊക്കെ ഇടുന്നതാണ്. നല്ല വാസനയാണ് ഈ മരമുല്ലയ്ക്ക്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഈ സൈസിലുള്ള മരമുല്ലയുടെ പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ്, 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഈ സൈസിലുള്ള റബ്ബർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊരു റെഡിഷ് ഷെയ്ഡ് വരുന്ന റബ്ബർ പ്ലാന്റ് ആണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. അത് തന്നെ ഇതൊരു റെഡ് ഷെയ്ഡ് വരുമ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് കണ്ടോ, സൈഡിലൂടെ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കണ്ടോ. ഈ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഇതിൻ്റെ പ്രൈസും 160 രൂപ തന്നെയാണ്. ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 160 റുപ്പീസാണ്. ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ റബ്ബർ പ്ലാന്റ്. ഈ റബ്ബർ പ്ലാന്റിന് പേര് ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ. അതുകൊണ്ടായിരിക്കണം റബ്ബർ പ്ലാന്റ് എന്ന് പേര് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കണ്ടോ. കുറേ നാൾ ഈ ഇല ഇതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കും. ചീത്തയാവാണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇല ഇങ്ങനെ നിൽക്കും. നമുക്ക് ഇൻഡോറൊക്കെ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണിത്. 160 ആണ് ഒരു പോട്ടിൻ്റെ. ഇതുപോലെ ഒരു പോട്ടിൻ്റെ പ്രൈസ് 160 റുപ്പീസ്. നെക്സ്റ്റ് ഒരു പവിഴമല്ലിയാണ്. ഇതാണ് പവിഴമല്ലിയുടെ പ്ലാന്റ് വരുന്നത്. ഈ പവിഴമല്ലി വെള്ളപ്പൂക്കളായിട്ട് നിറയെ പൂവിടുന്ന പവിഴമല്ലിയുടെ ചെടിയാണിത് കണ്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 70 റുപ്പീസാണ്. അതേപോലെ തന്നെ ഓറഞ്ച് കളർ പവിഴമുല്ല, ഇത് കണ്ടോ നിറഞ്ഞ് പൂവിടുന്നതാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസാണ്. ഈ സൈസിലുള്ള റെഡ് അൽമാണ്ടകൾ നമ്മുടെ കയ്യിൽ ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ റെഡ് അൽമാണ്ടകൾ വേണ്ടവർ പറഞ്ഞോളൂ. നമ്മൾ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഡാർക്ക് കളറ് അൽമാണ്ടയാണിത്. ഡാർക്ക് റെഡ് കളർ അൽമാണ്ടയാണ്. 150 റുപ്പീസാണ് ഈ സൈസിലുള്ള അൽമാണ്ടയുടെ പ്രൈസ് വരുന്നത്. ഒരുപാട് പേർക്ക് ഈ അൽമാണ്ട ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ പ്ലാന്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ്, നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റുമാണ് ഈ റെഡ് അൽമാണ്ടകൾ. എല്ലാത്തിലും ഒട്ടും പൂവായിട്ടുള്ള അൽമാണ്ടകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതുപോലത്തെ ദുറാന്ത വയലറ്റും വൈറ്റും അവൈലബിൾ ആണ്. ഈ 2 ചെടിക്കും കൂടെ വരുന്ന കോംബോ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. ദുറാന്ത വൈറ്റും വയലറ്റും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതിൽ വൈറ്റിൽ മൊട്ടിട്ടിട്ടുണ്ട്. നിറയെ വൈറ്റ് കളർ പൂവിടും. വയലറ്റിൽ ഇതുപോലെ നിറയെ വയലറ്റ് കളർ പൂവിടുന്ന ചെടിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. പഴയ കാലത്തൊരു കൂവപ്പൂവിൻ്റെ പോലെ ഇരിക്കുന്ന പൂവാണ്. ഇത് കുറേ കാലം ഇതുപോലെ തന്നെ നിൽക്കും. ഇങ്ങനെ പ്ലാസ്റ്റിക് പൂ പോലെ തന്നെ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇതൊരു ഷൂട്ട് നട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ധാരാളം ഷൂട്ടുകൾ ഉണ്ടാവും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതിൽ തന്നെ 3 ഷൂട്ട് വരുന്നുണ്ട്. ഇതുപോലത്തെ ഈ ഒരു ഷൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് 300 രൂപയാണ് വരുന്നത്. ഈ വീഡിയോയിൽ വലിയൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട്. അത് നേടണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ആ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഏത് പ്ലാന്റാണെന്ന് കാണാം. അതോടൊപ്പം നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ നടാൻ പറ്റിയ ചെടികൾ ഇതുപോലെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ പോട്ടിലേക്ക് നടാവുന്നതാണ്. ഈ ചെടികൾ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടിയുടെ പ്രൈസ് വരുന്നത് വെറും 180 രൂപ മാത്രമേ ഉള്ളൂ. 180 റുപ്പീസാണ് ഇതുപോലത്തെ 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഗാർഡൻ പ്ലാന്റ് ചെടികളുടെ വില വരുന്നത്. ഇത് കണ്ടോ, 10 ഡിഫറെൻറ്റ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഓരോ പോട്ടിലേക്കും നട്ട് കൊടുത്തിട്ട് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. ഇതാണ് വെർട്ടിക്കൽ ഗാർഡൻ പ്ലാന്റ് ഇത് പോട്ട് വരുന്നത്. ഇതുപോലത്തെ പോട്ടിൽ നട്ടിട്ട് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ 10 ചെടി കളർ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ അടുത്ത പോട്ടിലേക്ക് നിങ്ങൾക്ക് ഒടിച്ചു കുത്തി നടാവുന്നതാണ്. ഇതെല്ലാ ചെടികളും തന്നെ ഇങ്ങനെ ഒടിച്ചു കുത്തിക്കഴിഞ്ഞാൽ നല്ലോണം പിടിച്ചു കിട്ടുന്ന ചെടികളാണ് ഈ ചെടികളെല്ലാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാനുള്ള ഈ പോട്ടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. വെറും 10 രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു പോട്ട്, പുതിയ പോട്ട് നിങ്ങൾക്ക് വെറും 10 രൂപയ്ക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ഇതാണ് പോട്ട്, ഇതുപോലത്തെ പോട്ടുകളാണ്. 10 ചെടിച്ചട്ടി കൂടെ വേണമെന്നുണ്ടെങ്കിൽ വെറും 100 രൂപ മാത്രം മതി. 10 ചെടിച്ചട്ടി. ഇതാണ് ഒരു ചെടിച്ചട്ടിയുടെ സൈസ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാവുന്ന ഒരു പോട്ടാണിത്. എല്ലാം കളേഴ്സ് ഒന്നും ഇല്ല, എല്ലാം ബ്ലാക്ക് കളേഴ്സ് തന്നെയാണ്. എല്ലാ പോട്ടും ബ്ലാക്ക് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ഒരു വയലറ്റ് മെലസ്റ്റോമ ഈ കളറിൽ
ഇതാണ് വയലറ്റ് മെലസ്റ്റോമയുടെ കളർ വരുന്നത്. ഈ വയലറ്റ് മെലസ്റ്റോമ ഇതുപോലത്തെ വയലറ്റ്, ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതുപോലത്തെ വയലറ്റ് മെലസ്റ്റോമകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് DAP NPK 19 ഒക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോ എന്ന്. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നതോടൊപ്പം വളവും ഇതുപോലെ NPK 19 DAP ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ ബോഗൻവില്ലകളെല്ലാം തന്നെ പൂവിടാറായി വരുന്നു. നല്ല വെയിലായാൽ തന്നെ ബോഗൻവില്ലകൾ നിറയെ പൂവിടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു വെയിറ്റിങ്ങിലാണ്. നമുക്കിനി അടുത്തത് ബോഗൻവില്ലയുടെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. നവംബർ ലാസ്റ്റ് ആകുമ്പോൾ ധാരാളം ബോഗൻവില്ലകൾ പൂവിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ബോഗൻവില്ലകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം. ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റാണ് ബോഗൻവില്ല. ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഉഷസ് ഹോം ഗാർഡൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഉടനെ തന്നെ ഉഷസ് ഹോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ.